നമസ്കാരം. അമൃത. മക്കൾ സെൽവൻ, വിജയ് സേതുപതി, നിതിലൻ സാമിനാഥൻ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിനിമ ഗംഭീരമാണെന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞായിരുന്നു. കുരങ്ങ് ബൊമ്മയ എന്തോ ഒരു സിനിമ. ഈ സിനിമയുടെ ആദ്യം എഴുതി കാണിക്കുന്നുണ്ട് ഫ്രം ദ ഡയറക്ടർ ഓഫ് ദാറ്റ് മൂവി എന്നുള്ള വിധത്തിൽ. ഈ വിജയ് സേതുപതിയുടെ ആദ്യത്തെ ഒരു സിനിമ ഞാൻ കാണുന്നത്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണോന്ന് അറിയത്തില്ല, കുംകി എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അപ്പോൾ അതും ഭയങ്കര ഒരു റിയലിസ്റ്റിക് വേയിലെടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മൂവിയാണ്. അദ്ദേഹത്തിൻ്റെ ഏതൊരു സിനിമ എടുത്ത് നോക്കിയാലും ഭയങ്കര ഒരു ഷോ ഓഫും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആയിരിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റിക്ക്, ഒരു സാധാരണക്കാരൻ്റെ ഒരു എളിമയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓവറോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി തന്നെ ഉണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു സിഗ്നേച്ചർ സ്റ്റൈലൊന്നും അല്ലെങ്കിലും ഓരോരോ കഥാപാത്രങ്ങളെ അദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചൂസ് ചെയ്യുന്ന സിനിമ എന്തെങ്കിലും ഒരു നല്ല സബ്ജക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ്, ഒരു പ്രോമിസിങ് ആയിട്ട് നമുക്ക് ഓഡിയൻസിന് മാറും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളും അതിലേറെ റിവ്യൂസിൻ്റെ പോസിറ്റീവ് റിവ്യൂസും ഒക്കെ കണ്ടിട്ടാണ് ഈ ഒരു സിനിമ കണ്ടത്. ഗംഭീരമായിട്ടുള്ളൊരു സിനിമ. എന്തായാലും അദ്ദേഹം ലക്കിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ 50th മൂവി, നല്ലൊരു സബ്ജക്റ്റ്. ഒരുപക്ഷെ നേരത്തെ കൂട്ടി അത് പ്ലാൻ ചെയ്ത് നിന്നതായിരിക്കും. ഇങ്ങനെ 50th മൂവി എന്തായാലും ഒരു കംപ്ലീറ്റ് പാക്കായിട്ടുള്ളൊരു സാധനം തന്നെ വേണമെന്നുള്ളത് അദ്ദേഹം നേരത്തെ ആഗ്രഹിച്ച് ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തൊക്കെ വെച്ചിരുന്നതായിരിക്കാം. എനിവേ, ഓസം മൂവി. അപ്പോൾ ഈ സിനിമയ്ക്കകത്തുള്ള ക്രൈം സീൻസും വയലൻസും ഒക്കെ ഒരു ഫാമിലിക്കോ അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്കോ ഒക്കെ ഡൈജസ്റ്റ് ആവുന്ന തരത്തിലുള്ളൊരു രീതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ഒരു സ്റ്റോറി ഓവറോൾ ആ ത്രെഡായിരുന്നാലും ആ സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നാലും ശരിക്കും ഇങ്ങനെ വേണം ഒരു സിനിമ എടുക്കാനെന്ന് നമുക്ക് തോന്നിപ്പോകും. അതായത് നമ്മൾ തുടക്കം മുതൽ ലയിച്ചിരുന്ന് കാണുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഒരു സിനിമ ആസ്വാദകൻ ഒരു സിനിമ എങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ ടൈം സ്പേസ് എല്ലാം വിട്ടിട്ട് ആ സിനിമയിലോട്ട് നമ്മളങ്ങനെ ഇറങ്ങിച്ചെന്ന് ലയിച്ചിരുന്ന് കാണുന്ന ഒരു അവസ്ഥ, അത് ഈ സിനിമ ഭയങ്കരമായിട്ട്, അത് തുടക്കം മുതൽ അവസാനം വരെ അങ്ങനെ ഒരു ഫീലായിരുന്നു ആ സിനിമ. ഇൻ്റർവെല്ലിൽ വരുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ ഇതെങ്ങനെയെങ്കിലും ഒന്ന് തുടങ്ങിയെങ്കിൽ, അടുത്ത പാർട്ടൊന്ന് തുടങ്ങിയെങ്കിൽ എന്നുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. അപ്പോൾ അതാണ് ഈ സിനിമ. പിന്നെ കുറച്ചൊരു പാളിച്ചകൾ അല്ലെങ്കിൽ ഒരു എക്സാജറേഷനൊക്കെ തോന്നിയ കണക്കുള്ളൊരു സംഭവങ്ങൾ, അങ്ങനത്തെ കുറേ സീൻസൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കൊടുക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ്, ആ ഒരു എലിവേഷൻ, അത് മ്യൂസിക്കിലായിരുന്നാലും ഈ സിനിമയുടെ അകത്ത് എടുത്തു പറയേണ്ടത് മ്യൂസിക്കും കൂടെയാണ്. അത് ഞാൻ സെപ്പറേറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു സൈക്കോളജിക്കലി അൺഫിറ്റ് ആവുന്ന ഒരാൾ പ്രതികരിക്കുന്ന തരത്തിലുള്ള ഒരു ലെവലപ്പുണ്ട് ആ ക്യാരക്ടറിന്. അതങ്ങോട്ട് ബിൽഡപ്പ് ആകുമ്പോഴത്തേക്ക് കുറച്ചൊരു എക്സാജറേഷൻ പോലുള്ള, അതായത് സിറ്റുവേഷനലി കുറച്ച് എക്സാജറേഷൻ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് എത്രത്തോളം ആ എക്സാജറേഷൻ്റെ ഡെപ്ത് എന്തുകൊണ്ടെന്നുള്ളത് സിനിമയുടെ അവസാനമാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാവുന്നത്. എന്തുകൊണ്ട് ആൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നു എന്നുള്ളത് നമുക്ക് ആ സിനിമ അവസാനം കണ്ടു കഴിയുമ്പോൾ, അതായത് സിനിമയുടെ എൻഡിങ് പോർഷനിലാണ് നമുക്ക് അതിൻ്റെ ആ ഡെപ്ത് മനസ്സിലാവുന്നത്. പിന്നെ ഈ KGF കാണിച്ച പോലുള്ള ഒരു പാസ്റ്റ് പ്രസൻറ്റ് ഒരു പെട്ടെന്നുള്ളൊരു ട്രാൻസിഷൻസ് ഉണ്ട്. ഇതൊന്നും ഒരു ട്രാൻസിഷനിൽ നമുക്ക് മനസ്സിലാകത്തില്ല. പെട്ടെന്ന് നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിക്കണം, ഇത് സീൻ പാസ്റ്റ് ആണല്ലോ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു സംശയം നമ്മുടെ മനസ്സിൽ വരും, ഒരു ചെറിയ വട്ട് കളിപ്പിക്കും. അത് ശരിക്കും ഒരു പസിലാണ്. പിന്നെ നമുക്ക് വീണ്ടും ഒന്നും കൂടെ സിനിമ കാണാനുള്ള ഒരു ആഗ്രഹം ജനിപ്പിക്കാനും അത് കുറച്ചും കൂടെ ഇതിൻ്റെ വ്യക്തത വരുത്താൻ വേണ്ടി നമ്മൾ സിനിമ ഒന്നും കൂടെ കാണണമെന്നുള്ള രീതിയിൽ പർപ്പസ്ഫുള്ളി സ്ക്രിപ്റ്റിംഗ് അങ്ങനെ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ജിക്സോ പസിൽ ഇട്ടിട്ട് പോലും നമുക്ക് ആ സിനിമയിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആവുന്നില്ല. നമ്മൾ പിന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ്, സീൻ മാറിയല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് പിന്നെ നമുക്ക് വരുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സിനിമയിൽ നിന്ന് നമ്മൾ ഒരു രീതിയിലും ഡിസ്കണക്റ്റ് ആവുന്നില്ല. അതാണ് ഈ ഒരു ഡയറക്ടറുടെ ഒരു സ്കില്ല്. അതൊരു അൾട്ടിമേറ്റ് ഡയറക്ടോറിയൽ സ്കില്ല് തന്നെയാണ്. പിന്നെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സ്ക്രിപ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതും ഒരു ഡയറക്ടർ ആകുമ്പോൾ, അതായത് ഒരു ത്രെഡ് ഉണ്ടായ ഒരാളുടെ മനസ്സിൽ നിന്ന് അദ്ദേഹം അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു സിനിമയാണ്. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ ഒരാളാകുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു എല്ലാം തികഞ്ഞെന്നൊക്കെ നമ്മൾ പറയുന്ന പോലുള്ള ഒരു അവസ്ഥയിൽ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക്, നമ്മൾ ഈ പഴയ സിനിമകളിലൊക്കെയാണ് ഒരു കോമിക് പോർഷൻ എത്തുമ്പോഴത്തേക്ക് മ്യൂസിക് വെച്ച് അതിനെ ഒന്ന് ബിൽഡപ്പ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഈ സിനിമയ്ക്കകത്ത് ഇപ്പോൾ നമ്മൾ തമിഴ് അത്രത്തോളം മനസ്സിലാകാത്ത ഒരാളിന് പോലും ആ സമയത്ത് കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ സീനിനെ മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതൊരു കോമഡി സീനാണ് വരുന്നതെന്നുള്ളത്. പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്ന എനിക്ക് നന്നായിട്ട് തമിഴ് അറിയാവുന്നത് കൊണ്ട് എനിക്കത് നന്നായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റി. പക്ഷേ എൻ്റെ മകനായിരുന്നാലും അടുത്തിരുന്ന ആർക്കും പല കോമഡികളും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല തമിഴായതുകൊണ്ട്. എങ്കിലും അവർ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു എൻറിച്ച്മെൻറ്റ് കൊണ്ട് അത് കോമഡി ആണെന്നുള്ളത് നമ്മൾ ചിരിക്കുന്ന കേട്ടിട്ടെങ്കിലും അവർ ചിരിക്കുന്നുണ്ട്. പിന്നെ സിറ്റുവേഷനിൽ അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ വെച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ബോയ്സ് സിനിമയിൽ അഭിനയിച്ചൊരു പയ്യൻ ഇതിനകത്തുണ്ട്. അദ്ദേഹവും നല്ല ഗംഭീരം. ഇതിനകത്തുള്ള ഈ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് നോച്ചാണ്. ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു ചെറിയൊരു അപാകത തോന്നിയത് ഈ അനുരാഗ് കശ്യപിൻ്റെ കേസിൽ മാത്രമാണ്. അത് അദ്ദേഹത്തിന് ആ ഡബ് ചെയ്തിരിക്കുന്നതിലൊക്കെ കുറച്ച് മിസ്മാച്ച് നമുക്ക് ഫീൽ ചെയ്യും. സിറ്റുവേഷൻ അദ്ദേഹത്തിന് എന്തായാലും നന്നായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാവും. പക്ഷേ അത് ഡബ് ചെയ്തിരിക്കുന്നതിലുള്ള അതൊരു വലിയ മിസ്റ്റേക്കായിട്ട് തോന്നുന്നില്ല. കാരണം ഈ സിനിമയ്ക്കകത്തും ആ ഒരു കഥാപാത്രം നമുക്ക് വേണമെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് തമിഴ്നാട്ടിൽ വന്ന ഒരാളായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അങ്ങ് മാറും. കാരണം ആ ഒരു കഥാപാത്രത്തിന് ഒരു സ്ഥലത്തിൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി അങ്ങനെ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല ഈ സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ
എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗ് നല്ല പ്രോംപ്റ്റ് ആയിരിക്കും, കാരണം അത് ഡബ് ചെയ്തിരിക്കുന്ന വേറൊരാളാണ്. അപ്പോൾ ആ ഡയലോഗ്സിലൊന്നും പ്രശ്നം വരത്തില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മൗത്ത് സിങ്ക് ആവുന്നതിലുള്ള കുറച്ച് മൈനർ എറേഴ്സൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഇറീപ്ലേസബിൾ ആണെന്ന് നമുക്ക് തോന്നും. അത്രയും ഗംഭീരമായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. പിന്നീട് നമ്മുടെ മമത ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതും നല്ലൊരു ക്യാരക്ടറാണ്. നന്നായിട്ട് പുള്ളിക്കാരത്തി ആ ഒരു കഥാപാത്രത്തിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഓരോരോ സീനിനെയും എലിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക്കായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഞാൻ ആ കോമഡിയുടെ കാര്യം പറഞ്ഞ സമയത്ത്, കോമഡി നമ്മൾ പഴയ സിനിമകളിലാണ് ഈ ഒരു കോമഡി പോർഷൻ വരുമ്പോഴത്തേക്ക് ആ ഒരു സിറ്റുവേഷന് മ്യൂസിക്കലി എൻറിച്ച് ചെയ്യുന്നത്. അതിപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും നമ്മളങ്ങനെ കാണാറില്ല. പക്ഷേ എങ്കിൽ ഈ സിനിമയ്ക്കകത്ത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഭയങ്കര റിയലിസ്റ്റിക്കാണ്. അത് ശരിക്കും നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യും, നമ്മളെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും. അതിൻ്റെ ഓരോ സീൻസിൻ്റെ ആ ഒരു എലിവേഷൻ ആയിരുന്നാലും ഭയങ്കര സംഭവമായിട്ടൊന്നും എടുത്തു വെച്ചിരിക്കുകയല്ല. പക്ഷേ എന്നാൽ പോലും ആ ഒരു കഥാപാത്രം കടന്നു പോകുന്ന മാനസികാവസ്ഥയെ നമ്മളിലേക്ക് നന്നായിട്ട് വിഷ്വൽസിലൂടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ആക്ഷൻസിലൂടെ പോലും അത് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയ്ക്ക് ഞാൻ IMDbയിൽ ഫുൾ മാർക്സ് റേറ്റ് ചെയ്യാണ്. 10 out of 10. അത്രയ്ക്ക് എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുട്ടികൾക്ക് ഞാൻ ഈ പറഞ്ഞ കണക്ക് ഞാൻ ഒരു കോൺഫിഡൻസിലാണ്, അതായത് മോശമായിട്ടുള്ള ഒരു വൾഗാരിറ്റിയിലോട്ട് പോകാത്ത തരത്തിലായിരിക്കും ഈ സിനിമ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ എൻ്റെ മകനും ഇത്തരത്തിലുള്ളൊരു സബ്ജക്റ്റ് കാണേണ്ട പ്രായമായി, അത് കണ്ടിരിക്കേണ്ടതാണ്. ഒരു ബോധവൽക്കരണ രീതിയിലാണ് ഈ സിനിമ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കുട്ടികൾക്കും കണ്ടാൽ, അതായത് എൻ്റെ മകനിപ്പോൾ 9th പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വരെ ഈ സിനിമ കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. കാരണം അതൊരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് നമ്മുടെ സമൂഹം കൊടുക്കേണ്ട ഒരു സംരക്ഷണവും ഇതൊക്കെ ഈ സിനിമ നന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ തമിഴ്നാട് പോലീസിനെ ഈ സിനിമ ഭയങ്കരമായിട്ട് ഗ്രീറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ചില സമയോചിതമായിട്ടുള്ള പ്രവർത്തനങ്ങളും അത് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നാലും ആ പോലീസ് ഓഫീസേഴ്സിൻ്റെ പെർഫോമൻസ് ആയിരുന്നാലും ഓസം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമ. ഇപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ് വിജയ് സേതുപതി. ഇനി ഇതുപോലെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് തിരശ്ശീലയിൽ എത്തിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.